ഓരോ വിശേഷ അവസരങ്ങളും നമുക്ക് കൂടുതൽ ആത്മബോധമുണർത്തുന്ന ദിനങ്ങളായിരിക്കും. വിഷു. എല്ലാവരും പൊൻകണി കണ്ടാണ് ഉണരുന്നത്. കണ്ണുകളടച്ച് ഒരു ദീർഘശ്വാസം എടുക്കാം. മന്ദഗതിയിൽ പുറത്തേക്ക് വിടാം. ഇപ്പോൾ നമ്മൾ പുറത്തുള്ള ലോകത്ത് നിന്ന് നമ്മുടെ ഉള്ളിലേക്കൊരു യാത്ര നടത്തുകയാണ്. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിംഗ് നമ്മളുടെ ഈ പ്രാധാന്യമുള്ള ദിനങ്ങൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ചില ദിവസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ വിരസമായേനെ. പക്ഷേ ഈ ദിവസങ്ങളിലെ ഓരോ നിമിഷങ്ങളും നമ്മളുടെ എല്ലാ ദിവസവും നമുക്ക് ആഘോഷിക്കാനായാലോ? ഓരോ സെക്കൻഡും നമുക്ക് ഈ ഒരു രീതിയിൽ ചിന്തിക്കാനായാലോ? നമുക്ക് വലിയ പ്രൊഡക്റ്റീവായൊരു ദിവസമാക്കി മാറ്റാം ഓരോ ദിവസത്തെയും. ഓരോ പ്രധാന ദിവസങ്ങളുടെയും പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ബോധത്തിന് ഞാൻ നന്ദി പറയുന്നു. ദിവസങ്ങൾ, തീയതികൾ, ആഘോഷങ്ങൾ ഇവയെല്ലാം പുറത്തുള്ള കാര്യങ്ങൾ പോലെ തോന്നും. പക്ഷേ ഓരോ ദിനവും നമ്മുടെ ഉള്ളിലെ ഒരു വാതിൽ തുറക്കാനാണ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. ആ വാതിലുകൾ തുറക്കാൻ കഴിയുന്നതിന് നന്ദി. ഇന്ന് വിഷു, പുതുവർഷമെന്ന് നാം വിളിക്കുന്ന ഒരു ദിവസം. പക്ഷേ ഇത് ഒരു കലണ്ടർ മാറ്റം മാത്രമല്ല, ഇതൊരു കാഴ്ചയുടെ മാറ്റമാണ്. നമ്മൾ രാവിലെ കണ്ട വിഷുക്കണി കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ചയാണ്. പക്ഷേ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ ഓരോ നിമിഷവും ഞാൻ കാണുകയാണ്. അതുതന്നെയാണ് എൻ്റെ ജീവിതം. ഓരോ ദിവസത്തിലെയും ഓരോ നിമിഷങ്ങളും എനിക്കൊരു പൊൻകണിയാണ്. പുറത്ത് ഞാൻ കാണുന്നതല്ല ഞാൻ അർത്ഥം കൊടുക്കുന്നത്. എൻ്റെ ജീവിതമാകുന്നത് ഒരു സംഭവം രണ്ടു പേർ കണ്ടാൽ അത് രണ്ട് രീതിയിലായിരിക്കും അവർക്ക് അനുഭവപ്പെടുക. കാരണം ഓരോ വ്യക്തിയുടെയും കാഴ്ച വ്യത്യസ്തമാണ്. ഞാൻ എൻ്റെ കാഴ്ചയെ തിരഞ്ഞെടുത്തതിന് നന്ദി. ഇന്നു മുതൽ നല്ലത് മാത്രം കാണാൻ ശ്രമിക്കുന്നില്ല. ഞാൻ കാണുന്നതെല്ലാം നല്ലതാക്കി മാറ്റാൻ ഞാൻ പഠിക്കുന്നു. സന്തോഷം വന്നാൽ നന്ദിയോടെ സ്വീകരിക്കുന്നു. പ്രതിസന്ധി വന്നാൽ അതൊരു പഠനമായി കാണുന്നു. വേദന വന്നാൽ അതെൻ്റെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുന്നു, പരിഹരിക്കുന്നു. ജീവിതത്തിലെ ഓരോ അനുഭവവും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതിന് നന്ദി. വിഷു നമ്മെ പഠിപ്പിക്കുന്നത് പുതിയ തുടക്കം. പക്ഷേ ആ തുടക്കം ഒരു ദിവസത്തിൽ മാത്രം ഉണ്ടാകേണ്ടതല്ല. ഓരോ ശ്വാസവും ഓരോ തുടക്കമാണ്. ഞാൻ ശ്വസിക്കുന്നു. അതായത് എനിക്ക് വീണ്ടും തുടങ്ങാൻ ഒരവസരം ഇപ്പോഴുമുണ്ട്. ആ അവസരത്തിന് നന്ദി. വിഷുക്കണി കൈനീട്ടം പങ്കിടൽ മാത്രമല്ല, വിഷുക്കണി കാഴ്ചയാണ്. ഒപ്പം മുതിർന്നവർ നമുക്ക് തരുന്ന അനുഗ്രഹവുമാണ് വിഷുക്കൈനീട്ടം. പണം മാത്രമല്ല, എൻ്റെ സമയം, എൻ്റെ ശ്രദ്ധ, എൻ്റെ സ്നേഹം എന്നിവ പങ്കിടാൻ കഴിയുന്ന മനസ്സിനാണ് ഞാൻ നന്ദി പറയേണ്ടത്. ഇന്ന് 2026 വിഷു എൻ്റെ ജീവിതത്തിൽ ഒരു സാധാരണ ദിനമല്ല, അതൊരു ഉണർവാണ്. ഇനി ഞാൻ എൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതേയില്ല. ഞാൻ അതിനൊപ്പം ഒഴുകുന്നു. ഞാനിനി സന്തോഷം തേടുന്നില്ല, ഞാനത് സൃഷ്ടിക്കുന്നു. ഞാൻ പുറത്തെ ലോകത്തെ ഇനി കുറ്റപ്പെടുത്തില്ല. കാരണം ഞാൻ എൻ്റെ ഉള്ളിലെ ലോകമാണ് രൂപപ്പെടുത്തുന്നത്. ഈ ആഴത്തിലുള്ള ബോധ്യത്തിന്, ഈ ആഴത്തിലുള്ള ഉണർവിന് നന്ദി. ഇന്നു മുതൽ ഓരോ പ്രഭാതവും ഞാൻ വിഷുവായി കാണുന്നു. ആദ്യത്തെ കാഴ്ചകളെല്ലാം എനിക്ക് വിഷുക്കണികളാണ്. ലഭിക്കുന്ന ഓരോ സൗഭാഗ്യങ്ങളും എനിക്ക് കൈനീട്ടങ്ങളാണ്. ഓരോ മനുഷ്യനെയും കാണുമ്പോൾ അത് അനുഗ്രഹമായി കാണാം. ഓരോ പക്ഷികളെയും കാണുമ്പോൾ, മൃഗങ്ങളെയും കാണുമ്പോൾ അവരുടെ ഉള്ളിലെ ചൈതന്യത്തെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കണം. പ്രകൃതിയിലെ ഓരോ കാഴ്ചകളും, ഓരോ മരങ്ങളും ചെടികളും എനിക്ക് നല്ല സന്ദേശങ്ങൾ നൽകുന്നത് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഓരോ നിമിഷത്തെയും ഒരു പൊൻകണിയായി ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി ദീർഘശ്വാസം എടുക്കാം, മന്ദഗതിയിൽ പുറത്തുവിടാം. ഞാൻ നന്ദിയുള്ളവനാണ്, ഞാൻ നന്ദിയുള്ളവളാണ്, ഞാൻ ബോധവാനാണ്, ഞാൻ ബോധവതിയാണ്. ഞാൻ ഓരോ നിമിഷവും ആഘോഷിക്കുന്നു. എൻ്റെ ജീവിതത്തെ ഇത്ര ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ എൻ്റെ 2026 വിഷുവിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ന് രാത്രി നമുക്ക്
നമ്മൾ ഇന്ന് അനുഭവിച്ച ഓരോ മുഹൂർത്തങ്ങളെയും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നന്ദി പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിങ് പ്രാക്ടീസ് ചെയ്യാം. നാളെ മറ്റൊരു വിഷയവുമായി വരാം. ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോടും ഈ കഥ പറഞ്ഞു കൊടുക്കുക. എല്ലാം നമ്മുടെ ഉള്ളിലാണുള്ളത്, നമ്മുടെ ചിന്തയിലാണ്. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.